കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ കുമാർ പി ആണ്. ശരിക്കും നല്ല കൺട്രോൾ ഡയറ്റിൽ വരുത്തി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മരുന്ന് തന്നെ വേണ്ടി വരില്ല. ഇപ്പൊ പ്രമേഹം രോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫാസ്റ്റിംഗ് 160 ഫുഡിന് ഇതിന് ശേഷം 260 വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടത് വരുമോ? ഇപ്പൊ തുടങ്ങിയോ? മെഡിസിൻ തുടങ്ങിയോ? മെഡിസിൻ ഒരാഴ്ച ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഒരാഴ്ച കഴിച്ചിട്ടുള്ളൂ. ഇത് ശരിക്ക് 160 260 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഡയറ്റ് കൺട്രോളും എക്സസൈസും ഒക്കെ ചെയ്ത് ഇനീഷ്യലി ചിലപ്പോൾ വേറെന്തെങ്കിലും അസുഖങ്ങളൊക്കെ പ്രമേഹം കൊണ്ട് വേറെന്തെങ്കിലും ഇൻഫെക്ഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രമേഹത്തിന്റെ മരുന്നുകൾ കൂടി അതിന്റെ കൂടെ കഴിച്ചിട്ട് നമുക്കത് കുറക്കാം. അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഷുഗർ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡയറ്റ് കൺട്രോളിലും എക്സസൈസിലും കൊണ്ട് ശരിക്കും നല്ല കൺട്രോൾ ഡയറ്റിൽ വരുത്തി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മരുന്ന് തന്നെ വേണ്ടി വരില്ല. പക്ഷെ ഇനീഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന്റെ സിംറ്റംസ് അതൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് കുറച്ച് നാള്. ഇപ്പൊ പ്രമേഹം ഉണ്ട്, ഈ തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാല് നമുക്കറിയാം ഒരു ബ്ലഡ് ടെസ്റ്റ്, സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഷുഗർ കൂടുതലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. പക്ഷെ അതല്ലാതെ ഇപ്പൊ എന്തെങ്കിലും നൂതനമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധാരണ ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് ഒന്നും കഴിക്കാതെ വെറും വയറ്റിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ്, പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഇത് രണ്ടുമാണ് യൂഷ്വലി നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇത് കൂടാതെ HbA1c എന്ന് പറയും, അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. ഗ്ലൂക്കോസ് നമ്മൾ ശരീരത്തിൽ ഗ്ലൂക്കോസ്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിനും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പെർസെന്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ ഒരു 6% ആണ് നോർമൽ എന്ന് നമുക്ക് വെക്കാം. 6%, അത് ബിലോ 5.7 ആണ് ശരിക്കും നോർമൽ. അപ്പോൾ 5.7 to 6.5 ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആണെങ്കിൽ അതൊരു ബോർഡർ ലൈൻ ഡയബറ്റീസ് എന്ന് പറയും. 6.5 സാധ്യതയുണ്ട്. 6.5 മുകളിലാണെങ്കിൽ അത് ഡയബറ്റിക് റേഞ്ച് ആണ്. അതുപോലെ ഷുഗർ ബ്ലഡ് ഗ്ലൂക്കോസ് ആണെങ്കിൽ ഫാസ്റ്റിംഗ് ഒരു ബിലോ 100 ആണ് നോർമൽ, ആഫ്റ്റർ ഫുഡ് ബിലോ 140. ഇതിന് മുകളിൽ ആണെങ്കിൽ ബിറ്റ്വീൻ 100 and 126 ആണെങ്കിൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് വരുന്നതാണെങ്കിൽ അതൊരു ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്നാണ് നമ്മൾ പറയുക, അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. 126 മുകളിൽ ശരിക്കും 126 എബോവ് ആണെങ്കിൽ ശരിക്കും ഡയബറ്റിസ് ആയി. അതുപോലെ ബിറ്റ്വീൻ 140 and 200 ആണെങ്കിൽ അതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്, അതായത് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയും, അതായത് കുറച്ച് കൂടുതൽ പക്ഷേ ഡയബറ്റിക് അല്ല. എബോവ് 200 ആണ് കാഷ്വൽ പ്ലാസ്മ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് പ്ലാസ്മ ഗ്ലൂക്കോസ് എങ്കിൽ ദാറ്റ് ഈസ് ഡയബറ്റീസ്. അങ്ങനെയാണ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കുറെ ടെസ്റ്റുകൾ നമുക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് സാധാരണ.